ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലത്തെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണത്. അതോടൊപ്പം തന്നെ നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഈ ആഴ്ച വളരെ ക്രൂഷ്യലാണ്, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് വീക്കാണ്. US ഫെഡിൻ്റെ ഡിസിഷൻ വരികയാണ് ജൂലൈ 31. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് സംബന്ധിച്ചുള്ള ഡിസിഷൻ വരികയാണ് ജൂലൈ 31. ഈ രണ്ട് ഇവൻറ്റുകളും അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ ഇന്ത്യയിലും Q2 റിസൾട്ടുകൾ അമേരിക്കയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവൻറ്റുകളാണ് ഈ ആഴ്ച മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് ഒട്ടുമിക്കവാറും എല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ബ്രന്റ് ക്രൂഡ് ഓയിൽ മാത്രം സ്ലൈറ്റ്ലി വീക്കാണ്. $80.36 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഡിസംബർ ഫ്യൂച്ചേഴ്സാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. $2437 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി ബെറ്റർ ട്രെൻഡാണ് ഗോൾഡിൽ ഒന്ന് കാണുന്നത്. US ഫെഡ് റേറ്റ് കട്ട് ചെയ്യാനുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ആവാൻ പോകുന്നത് ഗോൾഡിലാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ടുകളാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾക്ക് ഉള്ള മേജർ ഇവൻ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളും അതുപോലെ തന്നെ നല്ല ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികളും മാർക്കറ്റിൽ വീണ്ടും മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. ബഡ്ജറ്റിന് ശേഷമുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നല്ല രീതിയിലുള്ള മുന്നേറ്റം പല സ്റ്റോക്കുകളിലും കാണാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റിൽ നിന്ന് ബെനിഫിഷ്യറികളായിട്ടുള്ള കമ്പനികൾ നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം ധാരാളം ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ന്യൂസ് ഫ്ലോസിനനുസരിച്ചുള്ള മൂവ്മെൻറ്റും അത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദിത്യ ബിർള ഗ്രൂപ്പ് ജ്വല്ലറി ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ആദിത്യ ബിർള ഗ്രൂപ്പ് ഇന്ദ്രിയ എന്നുള്ള ബ്രാൻഡിലാണ് ജ്വല്ലറി ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ യെസ് ബാങ്ക് Q1 റിസൾട്ട് നന്നായിരുന്നു. യെസ് ബാങ്കിൽ ഹോൾഡ് ചെയ്യുന്ന SBI അടക്കമുള്ള ബാങ്കുകളൊക്കെ അത് സെല്ല് ചെയ്യാനുള്ള ഡിസിഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റേതായ പല ന്യൂസുകളും വരാനുള്ള ചാൻസസ് ഉണ്ട്. യെസ് ബാങ്കിനും മറ്റു ബാങ്കുകളെ സംബന്ധിച്ചത് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ഫിനിക്സ് മില്ല് ബോണസ് അനൗൺസ്മെൻറ്റ് വരാണ് ജൂലൈ 31. അതുപോലെ തന്നെ BHEൽ 10,000 കോടി രൂപ ഓർഡർ ബാങ്കിങ് ന്യൂസ് ഉണ്ട്, പോസിറ്റീവാണ്. ഒപ്പം SJVN കഴിഞ്ഞ വെള്ളിയാഴ്ച ബാഗ് ചെയ്ത ഓർഡറാണ് 13,947.5 കോടി രൂപയുടെ പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്റ്റാണ്. SJVനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ബഡ്ജറ്റിൽ പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്റ്റുകൾക്ക് ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസുകൾ മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസുള്ള മറ്റ് കമ്പനികൾ തേജസ് നെറ്റ്വർക്ക്, ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, LNT, MTNL ഈ സ്റ്റോക്കുകളൊക്കെ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നമ്മൾ Q1 അനലൈസ് ചെയ്യാണ്. സുമിതോമോ കെമിക്കൽസ്, അതുപോലെ തന്നെ ജനസ് പവർ ഇൻഫ്ര, അസോസിയേറ്റഡ് ആൽക്കഹോൾ ആൻഡ് ബെവറേജസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ICIC ബാങ്ക്, ഡോക്ടർ റെഡ്ഡീസ്, അതുപോലെ തന്നെ MCX എക്സലൻറ്റ് റിസൾട്ടാണ് MCX കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ MCX ഒരു 6,000-7,000 രൂപയിലേക്ക് മുന്നേറാനുള്ള ചാൻസസ് ആണ് അടുത്ത 1-2 വർഷത്തിനുള്ളിൽ കാണുന്നത്. അപ്പോൾ കറണ്ട് ലെവലിൽ നിന്ന് നല്ലൊരു മുന്നേറ്റം നമുക്ക് MCXലും പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ന്യൂസ് റൈറ്റ്സ് റെയിൽവേ റിലേറ്റഡ് കമ്പനിയാണ്. ബോണസ് ഡിസിഷൻ വരികയാണ് ജൂലൈ 31. ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്യാൻ പോവാണ്. റേഷ്യോ അന്ന് അനൗൺസ് ചെയ്യും. മറ്റൊരു അക്വിസിഷൻ ന്യൂസ് അൾട്രാടെക് സിമെൻറ്റ് ഇന്ത്യ സിമെൻറ്റിനെ ടേക്ക് ഓവർ ചെയ്താണ്. 390 രൂപ പെർ ഷെയർ ആണ് ഓപ്പൺ ഓഫർ വന്നിരിക്കുന്നത്. അത് സിമെൻറ്റ് വാറ് നടക്കുകയാണ്, അക്വിസിഷൻ വാറ് നടക്കുകയാണ് അദാനി ഗ്രൂപ്പും ആദിത്യ ബിർള ഗ്രൂപ്പും തമ്മിൽ. സിമെൻറ്റിനെ സംബന്ധിച്ച് സിമെൻറ്റ് സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ടെക്സ്റ്റൈൽ സെക്ടറിൽ വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്ന എക്സ്പോർട്ട് സെഗ്മെൻറ്റിൽ നിന്ന്. ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽസ് എക്സ്പോർട്ട്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ കോമ്പറ്റീറ്റർ ആയിരുന്ന ബംഗ്ലാദേശിൽ ധാരാളം ലേബർ ഇഷ്യൂസും സ്ട്രൈക്കൊക്കെ നടക്കുകയാണ്. അവിടെ വേജസ് കൂട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള സമരമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യക്കാണ് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ചൈനീസ് സാങ്ഷൻസ് തീർച്ചയായിട്ടും ചൈന
China+1 പോളിസിയിൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെൻറ്റ് സെക്ടറിന് നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. എക്സ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ്ലി ഇമ്പാക്റ്റഡ് ആക്കാൻ പോകുന്നത് വെൽസ്പൺ ലിവിങ്, കീടെക്സ്, ആദിത്യ ബിർള റീറ്റെയിൽ ആൻഡ് ഫാഷൻസ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചും മറ്റ് ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കോൾ ഇന്ത്യ ലിഥിയം ബ്ലോക്ക് ബിഡിങ്ങിനും കൂടി പോവുകയാണ്. ഈ അടുത്ത കഴിഞ്ഞ ബിഡിങ്ങിൽ ഗ്രാഫൈറ്റ് ബ്ലോക്ക് കിട്ടിയിരുന്നു. കോൾ ഇന്ത്യനെ സംബന്ധിച്ച് ലോങ് ടൈമിലേക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അഡാനി അവരുടെ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് $4 ബില്യൺ പ്രോജക്റ്റാണ്. PVC മാനുഫാക്ചറിങ് പ്രോജക്റ്റാണ്. 2026 കമ്മീഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. അഡാനി എൻ്റർപ്രൈസസിൻ്റെ അണ്ടറിലുള്ള സബ്സിഡറിയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ഡീമർജ് ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. അതോടൊപ്പം തന്നെ മാൻകൈൻഡ് ഫാർമ കഴിഞ്ഞ അക്വിസിഷൻ വളരെ പോസിറ്റീവാണ്. ഭാരത് സരത്തിൻ്റെ അക്വിസിഷൻ മാൻകൈൻഡ് ഫാർമിംഗ് കറണ്ട് ലെവലിൽ നിന്ന് നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്കാണ്. സെൻ ടെക്നോളജി എക്സലൻറ്റ് Q1 റിസൾട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഡ്രോൺ മേക്കിംഗ് കമ്പനി നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. DLF മുംബൈയിലേക്കും അതുപോലെ തന്നെ ഗോവയിലേക്കൊക്കെ എൻട്രി ആണ്. എക്സലൻറ്റ് ഗൈഡൻസ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ലക്ഷറി സെഗ്മെൻറ്റിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ വളരെ പോസിറ്റീവാണ്. ജെൻസോൾ എഞ്ചിനീയറിംഗ് 463 കോടി രൂപ വരെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നാണ്. സോളാർ പവർ പ്ലാന്റിനാണ്. പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ സിനർജി ഗ്രീൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പോസിറ്റീവായിട്ട് ധാരാളം ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിൻഡ് പവർ അതുപോലെ തന്നെ സോളാർ ഇൻഡസ്ട്രിയിലൊക്കെ ധാരാളം പാർട്സുകളും അതുപോലെ തന്നെ കാസ്റ്റിംഗ് ഒക്കെ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. ഒരു സ്മോൾ ക്യാപ് കമ്പനിയും കൂടിയാണ്. അതോടൊപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ അസസ് ചെയ്യുമ്പോൾ വിസ്താര ആദ്യമായിട്ട് ഇന്ത്യയിലത്തെ ഒരു എയർലൈൻ ഇൻഫ്ലൈറ്റ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി കൊടുക്കുകയാണ്. വിസ്താരയാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 20 മിനിറ്റ് ഫ്രീ ആണ്. ബാക്കി ബ്രൗസ് ചെയ്യണമെങ്കിലൊക്കെ അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് പാനാസോണിക് ഏവിയോണിക്സ് എന്ന് പറയുന്ന കാലിഫോർണിയ ബേസ്ഡ് കമ്പനിയും അതുപോലെ തന്നെ നെൽകോം ജോയിൻ്റ് ആയിട്ടാണ്. നെൽകോം പാനാസോണിക്കും തമ്മിൽ 2020 തന്നെ ഇതിന് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നെൽകോനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ലോങ് റണ്ണിൽ നെൽകോ നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. ഇതൊക്കെയാണ് മാർക്കറ്റിലെ ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ടത് ബഡ്ജറ്റിൽ എത്രത്തോളം കമ്പനികൾക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന അനൗൺസ്മെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടോ. ആ കമ്പനികളൊക്കെ വീണ്ടും നല്ല രീതിയിൽ മുന്നേറിയേക്കാം. ഓൾറെഡി നമ്മൾ അതിൻ്റെ ലിസ്റ്റൊക്കെ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും വാട്ടർ മാനേജ്മെൻറ്റ് രംഗത്തുള്ള അതുപോലെ തന്നെ അക്വാകൾച്ചർ രംഗത്തുള്ള കമ്പനികൾ, ലെതർ റിലേറ്റഡ് കമ്പനികൾ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ, ഷിപ്പിംഗ് കമ്പനികൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ്ലി ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റിന് ശേഷം. അതോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ രംഗത്തുള്ള കമ്പനികളുണ്ട്, ജുവലറി സ്റ്റോക്കുകളുണ്ട്, FMCG ഫുഡ് റിലേറ്റഡ് കമ്പനികളുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് മൊമെൻ്റ് ആണ് ഇന്ന്. പക്ഷേ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ഹയർ PE-യിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യയുടെ എക്കണോമിക് സിറ്റുവേഷൻ വളരെ പ്രോമിസിംഗ് ആണ്. അതോടൊപ്പം തന്നെ US ഫെഡറൽ റിസർവ് ഈ ആഴ്ച റേറ്റ് കട്ട് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ധാരാളം ഇൻഫ്ലോസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നേക്കാം. അത് അമേരിക്കയിൽ നിന്ന് ഔട്ട്ഫ്ലോസും വരാനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റിൽ ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ റേറ്റ് ഹൈക്ക് സംബന്ധിച്ചുള്ള തീരുമാനമാണ്. വലിയ രീതിയിലുള്ള ഹൈക്കൊക്കെ ജപ്പാനിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു yen ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവാം ഗ്ലോബലി. അത് വരുമ്പോൾ മാർക്കറ്റ് ഒരു പക്ഷേ നെഗറ്റീവായിട്ടൊക്കെ റിയാക്ട് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റുകൾ നെഗറ്റീവായിട്ടൊക്കെ റിയാക്ട് ചെയ്യാം. ഇന്ത്യ ലീസ്റ്റ് അഫക്റ്റഡ് ആണ്. എന്നിരുന്നാലും ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഒക്കെ നമുക്കും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇസ്രായേലും ഹമാസും തമ്മിൽ വീണ്ടും രൂക്ഷമാവുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ന്യൂസ് ഫ്ലോസ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ അത്തരത്തിലുള്ള വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ബഡ്ജറ്റിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷം ധാരാളം സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്കുകൾ ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ട്രേഡിംഗ് ടെർമിനലിൽ കൂടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.